യേശുവിൽ സ്നേഹമുള്ളവരെ, ശിഷ്യപ്രമുഖനായ പത്രോസിനെ നമ്മളാരും മറന്നിട്ടില്ല. 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും പത്രോസിന് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഒരു പരിചാരികയുടെ മുൻപിൽ, മറ്റ് 2 സഹോദരങ്ങളുടെ മുൻപിൽ പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് പറയാൻ ഇടയായത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് ഒന്ന് നോക്കി. പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. പത്രോസിനെ ഒരു നോട്ടം, കർത്താവിൻ്റെ ഒരു നോട്ടം പുതിയ ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് മറ്റുള്ളവർ ശാരീരികമായി പീഡിപ്പിച്ചതോ കുരിശിലേറ്റിയതോ തീർച്ചയായിട്ടും അത് വേദന തന്നെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും രാവും പകലും കൂടെ ഉണ്ടായിരുന്നിട്ടും ആ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത തിരിച്ചറിയാൻ കഴിയാതെ പോയത് തന്നെയാണ്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്: ശരീരത്തിൽ എത്ര വേണമെങ്കിലും സഹിക്കാം, എന്ത് രോഗമാണെങ്കിലും സഹിക്കാം, മനസ്സിൽ കാണിക്കുന്ന അവഗണനയും അകൽച്ചയും അത് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അത് വലിയൊരു വേദന തന്നെയാണ്. പലരുടെയും അഭിപ്രായം, നമ്മുടെയും ജീവിതത്തിൽ ഇത് തന്നെയൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. ക്രിസ്തുവിൻ്റെ സ്നേഹം അതെത്രയോ ആഴമുള്ളത്. പത്രോസ് അവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. ചെറിയ പാപങ്ങളാണെങ്കിലും മാരക പാപങ്ങളാണെങ്കിലും അത് നമ്മുടെ ആത്മാവിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും. അത് നമ്മുടെ വിശുദ്ധിയുടെ മാറ്റു കുറയ്ക്കും. അത് നമ്മുടെ പുണ്യത്തിൻ്റെ തിളക്കം കുറയ്ക്കും. മാരക പാപവും ലഘുപാപവും എന്തു തന്നെയാണെങ്കിലും നമുക്കതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ ഒരുങ്ങണം. വേദപാരംഗതയായ വിശുദ്ധയായ അമ്മ ത്രേസ്യയ്ക്ക് ഒരിക്കൽ ഒരു ദർശനം ലഭിച്ചു. കർത്താവ് അമ്മ ത്രേസ്യയെ നരകം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു: ഇതാണ് നിൻ്റെ സ്ഥലം. അമ്മ ത്രേസ്യയ്ക്ക് പേടിയായിപ്പോയി. അമ്മ ത്രേസ്യ ഉടനെ തനിക്കുണ്ടായിരുന്ന ആത്മീയ മന്ദതയിൽ നിന്ന് മോചനം നേടി പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ഉണർവോടെ, ഉന്മേഷത്തോടെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരുങ്ങുകയാണ്. ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഉപേക്ഷിക്കാം. ഏത് രീതിയിലാണെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആഴപ്പെടാൻ, ക്രിസ്തുവിൻ്റെ ഒപ്പം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് പരിശ്രമിക്കണം. ക്രിസ്തുവിൻ്റെ ഒരു നോട്ടം അത് മതി തിരിച്ചറിയാൻ. വന്നു പോകുന്ന ഏത് കുറവാണെങ്കിലും വീഴ്ചയാണെങ്കിലും തിരിച്ചറിയാൻ ഒറ്റ ഒരു നോട്ടം മതി. പത്രോസ് ആ നോട്ടം കണ്ടിട്ട് പുറത്തു പോയി കരഞ്ഞുവെങ്കിൽ നമുക്ക് നേരെയും പല ആവർത്തി ക്രിസ്തു നോക്കുമ്പോൾ ആ നോട്ടം അവൻ്റെ ചങ്കിലേക്ക് ചേർന്നിരിക്കാൻ ഒരവസരമായി മാറട്ടെ. നല്ല ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ. ആമേൻ.